ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വ്യൂസ് ആണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ സ്പോട്ട് ചാർട്ടിന്റെ ലെവൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നാളത്തേക്ക് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ഏരിയ ആണ്. അതായത് 23,700 ലെവലാണ്. അപ്പം ഇതിന്റെ മുകളിൽ നാളെ ഒരുപക്ഷെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 23,700ന്റെ മുകളിൽ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യുക. 23,700ന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 23,800ലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഏരിയ നിങ്ങൾ റെസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 23,800 മുതൽ 830 ആ ഒരു ലെവലിൽ നിങ്ങൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ചിലപ്പം റിജക്ട് ചെയ്യുന്ന കാണുവാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇനിയിപ്പം ആ ഒരു ലെവല് മാർക്കറ്റ് അതായത് 830 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഒരു ഫർദർ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ആണ്. അതായത് 23,970 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 23,830ന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 23,970 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യും. അതായത് 23,970 മുതൽ 24,000 എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ആ ഏരിയയിലൊക്കെ എന്താണ് പ്രൈസ് ഒരു റിവേഴ്സൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം വരും ദിവസങ്ങളിൽ ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഡൗൺ സൈഡിലേക്ക് ഇനിയിപ്പം നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 23,440 ലെവലാണ്. കാരണം ഇതിന്റെ താഴെ മാർക്കറ്റ് താഴേക്ക് വന്നാലും ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ ഓഡിക്സിന്റെ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈ വോളിയം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിന്റെ താഴെയാണ് നമ്മളൊരു ഈ സൈഡ് നാളെ ഒരു മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇന്നത്തെ 23,320 ലെവൽ ഒരു ടാർഗറ്റാണ് നമുക്ക് പ്ലാൻ ചെയ്യാനാണ്. അപ്പം അഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നാൽ ഈ ഒരു ലെവല് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. 23,275 മുതൽ 23,264 ലെവലുകൾ മാർക്ക് ചെയ്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡൗൺ സൈഡിലേക്ക് നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻസ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് എക്സിറ്റ് നിന്ന് മാറുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇതൊരു ഫ്യൂച്ചറിന്റെ ലെവലാണ്. നമ്മൾ എല്ലാ ദിവസം പറയുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്യുക. 23,666 ആണ്. 666 ആണ് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,456 ആണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തിന് 1 അവർ മാർക്കറ്റ് ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാല്യൂ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഒരു 1 അവറിന് ശേഷമാണ് നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ലെവൽസ് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യണതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.